ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാലേ മാം? മോർണിംഗ്. റെഡി അല്ലേ? ഓക്കെ, ഗുഡ് ക്ലിയർ മോർണിംഗ്. ആയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുസൻ മാം. ഗുഡ് മോർണിംഗ് ശ്രീകല മാം. ഗുഡ് മോർണിംഗ് മഞ്ജു മാം. അൻസർ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല ഹാപ്പിയാണ് അല്ലേ? സുസന മാമിന്റെ ഫേസ് കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല ഹാപ്പിയായി. വളരെ സന്തോഷത്തോടെ മാം ഇരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് സെഷൻ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ്, സുഖല്ലേ എല്ലാവർക്കും? ഹാപ്പി അല്ലേ? സുഖാണ് മാം, ഹാപ്പിയാണ്. തീർച്ചയായിട്ടും യെസ്, ഹാപ്പി അത് ആയിരിക്കും. കേട്ടാ അതെ, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അത് കേട്ടാൽ തന്നെ നമുക്ക് വളരെ ഹാപ്പിയായി. ഇനി നമുക്ക് ഇന്നത്തെ ചെറിയൊരു സെഷനിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, എന്നും നമ്മൾ വിജയത്തെ കുറിച്ച് പറയുന്ന അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് കേൾക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ വിജയത്തെക്കാൾ, അതായത് നമ്മൾ തകർച്ചയിൽ നിന്ന് പലപ്പോഴും പല ആളുകളും പലപ്പോഴും എന്താണ്, ഏതെങ്കിലും തകർച്ചയിൽ നിന്നായിരിക്കാം അവർ പലപ്പോഴും ഉയർന്ന വിജയത്തിലേക്ക് എത്താറുള്ളത്. അത്തരത്തിൽ തകർച്ചയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്ന ആളുകള് ഏതൊക്കെ സ്റ്റേജിലൂടെ ആയിരിക്കാം അവരെത്തിപ്പെട്ടത്? അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ടാസ്ക് ആയിരിക്കും. കാരണം ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാവരും തളർന്നു പോവാറാണുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ കടന്നു പോയ ആളുകൾ ഉണ്ടാവാം. അധിക പേരും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു പവറ് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ കിട്ടാന്നല്ലാതെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താണ്, തകർച്ചയിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ മുന്നോട്ട് തിരിച്ചു വരാം, അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ദ ആർട്ട് ഓഫ് കംബാക്ക് അല്ലേ. അതായത് ഒരു തിരിച്ചു വരവ് എങ്ങനെ നമുക്ക് നടത്താം. ആ തിരിച്ചുവരവിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പോസ്, റീസെറ്റ്, റൈസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ തന്നെ എല്ലാവരുടെ റിയൽ ലൈഫ് എടുത്തു നോക്കുമ്പോഴും നമ്മളൊക്കെ ഓട്ടത്തിലാണ്. ഈ ഓട്ടത്തില് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലപ്പോഴും ഒന്ന് നമ്മൾ എന്താണ്, റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്കത് ഓർമ്മ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ആ തിരക്കിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വീഴുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തകർച്ചയിൽ എത്തുമ്പോഴാണ് നമ്മളൊന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെങ്കിൽ, ഒരു ബോൾ നമ്മൾ റബ്ബർ ബോൾ ആണെങ്കിൽ നമ്മൾ താഴോട്ട് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ അടിച്ച് കളിക്കാറില്ലായിരുന്നോ? അപ്പോൾ അതിൽ നമ്മളിങ്ങനെ എന്താണ്, ബോൾ 1 2 3 ഏറ്റവും കൂടുതൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യണ അല്ലെ, സുസൻ മാമിനൊക്കെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ റബ്ബർ ബോളിന് അങ്ങനെ ഒരു പ്രത്യേകത, അത് എത്രത്തോളം നമ്മളെ തറയിലേക്ക് നല്ലോണം ശക്തിയിൽ അടിച്ച് ഇടുന്നോ അതിനനുസരിച്ച് അത് ഉയർന്നു വരിക ചെയ്യുക, കൂടുതൽ ഹൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും, അതായത് നമ്മൾ എപ്പോഴാണോ തറയിലേക്ക്, മീൻസ് നമ്മൾ അത്രയും താഴ്ന്ന ലെവലില് താണു പോകുമ്പോൾ അതുപോലെ ഒരു കുതിച്ചു വരവ് നടത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കംബാക്ക് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അത് എങ്ങനെയൊക്കെ സാധിക്കാം? അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. അതിന് ഒരു കഥ തന്നെ പറയുമ്പോൾ, ഒരു കഥ ഞാൻ പണ്ട് കേട്ട ഒരു കഥയാണ്. അതായത് ഒരാള് പിന്നെ വളരെ നിരാശനായി, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോൾ അയാൾക്ക് ദൈവത്തോട് തന്നെ ദേഷ്യം വന്ന് അയാൾ കാട്ടിലേക്ക് പോവാണ്. കാട്ടിലേക്ക് പോകുന്ന വെറുതെ ഒന്നല്ല, അയാൾക്ക് ആത്മഹത്യ ചെയ്യാം, എനിക്ക് ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ അയാൾ പോവാണ്. അങ്ങനെ പോയി അയാൾ കാട്ടിലെത്തിയ സമയത്ത് അയാൾ വിചാരിക്കാം, ഞാൻ ഏതായാലും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ദൈവത്തിനെ വിളിച്ചിട്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ്, അല്ല, ഈ എത്ര എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ ഇത്രയും വിഷമത്തിലായി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാതായി, ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത് എന്ന് ചോദിച്ച സമയത്ത് ദൈവം പ്രത്യക്ഷനായിട്ട് ദൈവം പറയാണ്,
പുല്ല്, കാട്ടിലുള്ള പുല്ല് കാണിച്ചു കൊടുക്കും, മുള കാണിച്ചു കൊടുക്കും. അപ്പൊ ദൈവം പറഞ്ഞു, കണ്ടില്ലേ, പുല്ല് എന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് വളരും. ഒരു പുല്ല് വളരാന് കൂടുതൽ സമയം ആവശ്യമില്ല, അതുപോലെ തന്നെ പുല്ല് നശിച്ചു പോവാനും കൂടുതൽ സമയം ആവശ്യമില്ല. എന്നാൽ അതേ സമയം ഒരു മുള ആണെങ്കിൽ അത് വളരാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പുല്ലും പെട്ടെന്ന് പടർന്നു പിടിക്കും പോലെ വരില്ല. നമ്മളൊന്ന് കുഴിച്ചിട്ട് കുറച്ച് സമയം അതിന്റെ വേരൊക്കെ ബലപ്പെടുത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കാറുണ്ട്. അതുപോലെയാണ് ഓരോരുത്തരുടെയും ജീവിതം എന്ന് ദൈവം പറയാണ്. കാരണം ചിലപ്പോൾ നമുക്ക് സമയം എടുക്കേണ്ടതായിട്ട് വരും. ആ സമയം എടുക്കുന്നത് ഒരിക്കലും നമ്മളൊരു പരാജയമായി കാണാതെ, ആ സമയം നമ്മൾ നമ്മുടെ വേരുകൾ, അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടത് അതിനു വേണ്ട സമയം കണ്ടെത്തി അത് നമ്മൾ വേര് പിടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അത് ശക്തി ആർജിക്കാനുള്ള ഒരു സമയമായിട്ട് കാണണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത്, ഏതൊരു പ്രതിസന്ധിയിലും ഞാൻ അതിനൊന്നിനും ഞാൻ ശ്രമിച്ചില്ല, അപ്പൊ പെട്ടെന്ന് ഞാൻ എല്ലാം നശിച്ചു പോയി എന്നുള്ള സങ്കടത്തില് സ്വയം ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു 2 എക്സാമ്പിളും തന്നെ അത് മനസ്സിലായിട്ട് തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരിലും ഒരുപാട് ഇങ്ങനെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം. അത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓടുന്ന, അതായത് എല്ലാവരും വളരെ എപ്പോഴും ഓൺ മോഡാണ് നമ്മൾ, അല്ലെ, ജോലി തിരക്കുകള് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ എനർജി കുറയുന്നുണ്ടോ എന്നുള്ള ഒരു സ്വയം പരിശോധന നമുക്ക് എല്ലാവർക്കും വേണം. അത് പലപ്പോഴും നമ്മൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കൂ, എന്തുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു. ആ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു പോസ്, അല്ലെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട. ഒന്ന് പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യലല്ല, അല്ലെ. പോസ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലല്ലോ ഒരിക്കലും. പോസ് എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ അവിടെ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ആ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ അടുത്തത് എന്ത് എന്നുള്ള രീതിയിൽ ഒരു അടുത്തതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്തേണ്ട ഒരു സ്റ്റേജാണ്. അപ്പൊ നമ്മളെ കയ്യിലൊക്കെ ഫോണുണ്ട്. ഈ ഫോണ് ചൂടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുറേ സമയം യൂസ് ചെയ്ത്, അല്ലെ ബാറ്ററി തീരുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യും. അതുപോലെ തന്നെയാണ് ചൂടാവുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് സമയം നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കും. അതുപോലെ നമ്മളെ ജീവിതത്തിലും എന്ത് വേണം? ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോസ് ചെയ്യുമ്പോൾ നമുക്കത് എനർജി നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ പോസിനെ കാണേണ്ടത്. അങ്ങനെ കണ്ടിട്ട് നമ്മൾ അതിനെ എന്താക്കണം, നമുക്ക് അടുത്തുള്ള സ്റ്റെപ്പ് എന്താണ് അവിടെ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, അല്ലെ, അടുത്തത് എന്താണ്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു, അല്ലെ, ഞാൻ എന്തുകൊണ്ട് ഫെയിലായി. ഒരു തോൽവിയിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആ തോൽവി എന്തുകൊണ്ട് സംഭവിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ആ പോസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അതാണ് പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് ഓരോരുത്തരുടെയും സ്റ്റോറീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റോറി, അല്ലേ? ഇലോൺ മസ്കിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇലോൺ മസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ, ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാന്ന് പറഞ്ഞാൽ സ്പേസ് എക്സ്, അല്ലെ, സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 2006 അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് തിരിച്ച് റോക്കറ്റ് എല്ലായ്പ്പോഴും ഒന്നയച്ച് പിന്നെ അത് ഇല്ലാതെ ആവണല്ലോ. അപ്പോഴയാൾക്ക് അത് തിരിച്ച് നല്ല സേഫായിട്ട് ഇറങ്ങി അതന്നെ വീണ്ടും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ആ ഒരു ഐഡിയ അയാളിൽ വരികയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ 2006 അത് ഫെയിലായി. 2007 വീണ്ടും നടത്തി, കോടികളുടെ നഷ്ടമാണ് വരുന്നത്.
2008 മൂന്നാമത് നടത്തിയ സമയത്തും അത് എന്താണ് വമ്പൻ പരാജയം. എല്ലാവരും ലോകം മുഴുവൻ അയാളെ പരിഹസിച്ചു. അയാളാണെങ്കിൽ ആ ഒരു ഈ 3 എണ്ണത്തിന്റെയും നഷ്ടം കൊണ്ട് കമ്പനി തന്നെ എന്താണ് നഷ്ടത്തിലേക്ക് പോവുകയും അത് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഇനി ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ആയ സമയത്ത് അയാളൊന്ന് ബ്രേക്ക് എടുക്കണം. ഇലോൺ മസ്ക് ബ്രേക്ക് എടുത്തുകൊണ്ട് എനിക്ക് എന്താണ് ഈ 3 എണ്ണവും തോൽവിയായി, അതിൽ നിന്ന് എങ്ങനെ കര കയറാം എന്നുള്ള ഒരു ചിന്ത അയാളിൽ വരികയും അതെങ്ങനെ എന്ന് ചിന്തിക്കാനുള്ള ഒരു എന്താണ് ബ്രേക്ക് അല്ലെ ഒരു പോസ് അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോസ് എടുത്തതിന് ശേഷം നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പായ റീസെറ്റിലേക്കാണ് ഇലോൺ മസ്ക് ചിന്തിക്കുന്നത്. അതായത് പോസ് കഴിഞ്ഞിട്ട് റീസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ പരാജയം വന്നു, ഈ തോൽവിയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഗോൾ എന്തെങ്കിലും ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്ലാനിലോ എന്തിലെങ്കിലും ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിക്കുന്നത് ആ തോൽവി. അപ്പോഴതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഏതെങ്കിലും പ്രതിസന്ധികളോ തോൽവികളോ വരുമ്പോൾ അതുപോലെ തന്നെ ഇലോൺ മസ്ക് ഇവിടെ ചിന്തിക്കുകയാണ്. അന്നപ്പോഴാണ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഈ 3ലും എന്ത് വരാനുള്ള കാരണം, ഫെയിൽ ആവാനുള്ള കാരണം. ആ ഒരു ഫെയില് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്ക് അയാളുടെ ടെക്നോളജിയിലുള്ള എല്ലാ പഴയ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ന്യൂ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. അതായത് തൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കമ്പനിയുടെ ആശയങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കണം. അങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത്തതാണ് 3 കഴിഞ്ഞ് 4-മത്തത് 2008 സെപ്റ്റംബറിൽ എന്ത് ചെയ്യാണ്, വീണ്ടും വിക്ഷേപിക്കുകയാണ്. അത് വളരെ ഭംഗിയായി വളരെ സക്സസ് ആയി തന്നെ വീണ്ടും തിരിച്ച് തറയിൽ തന്നെ ഒരു നഷ്ടവും സംഭവിക്കാതെ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടെ നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളിൽ ഒപ്പുവെക്കുകയും ഇന്ന് ലോകത്ത് തന്നെ ഇത് ഏറ്റവും നാസ പലപ്പോഴായിട്ട് ഹെൽപ്പ് ചോദിക്കുന്ന ഒരു ഏജൻസിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഈ ഒരു സ്റ്റോറിയിൽ തന്നെ ഈ 3 കാര്യങ്ങൾ അത്രയും തകർന്നു പോയിട്ട് ആ തോൽവിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള, അതായത് റീസെറ്റ് കഴിഞ്ഞ് റൈസ് എന്നുള്ള ലെവലിലേക്ക് ഇലോൺ മസ്കിന് എത്താൻ സാധിച്ചു. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ പോസ് എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ഒരു പോസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരിക്കലും പോസ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരിക്കലും ഒരു സ്റ്റോപ്പ് ചെയ്യലല്ല. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഒന്നിൽ നിന്ന്. അതായത് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് ഫെയിലായിക്കോട്ടെ, പക്ഷെ ആ ഫെയിൽ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മറികടക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ഒരു ടൈമായിട്ട് നമ്മൾ എന്തിനെ കാണണം, പോസിനെ കാണാം. അങ്ങനെ പോസിൽ ആ പോസ് എടുത്ത് ബ്രേക്ക് എടുത്തുകൊണ്ട് ചിന്തിച്ച് സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, റീസെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെയും അതുപോലെ തന്നെ ശീലങ്ങളെയും എല്ലാത്തിനെയും നമ്മളൊന്ന് ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഈ പുതിയൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരുപാട് ഭാരങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് നമുക്കുണ്ടാവാം. അതായത് നെഗറ്റീവുകൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഒരിക്കൽ പരാജയപ്പെടുമ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പോലും നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. അതായത് ഇന്ന് പ്രശ്നം കൊണ്ടല്ലേ, അല്ലെ റിലേറ്റീവ്സ്, അല്ലെ കുടുംബം തന്നെ ചിലപ്പോൾ നമ്മൾക്കെതിരെ പറയാം. ഏതെങ്കിലും തോൽവികളിൽ നിന്ന് കുതിച്ചുയർന്ന് വിജയിക്കുമ്പോൾ അത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ തോൽക്കുന്ന സമയത്ത് സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഈ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം എല്ലാ കാര്യങ്ങളും കൂടെ നമ്മളിലുണ്ടായി ഈ നെഗറ്റീവായിട്ടുള്ള എല്ലാ വേർഡ്സുകൾ കേൾക്കാം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനെയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ
പുതിയൊരു തയ്യാറെടുപ്പാണ് റീസെറ്റിൽ നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ തയ്യാറെടുക്കുന്ന ഒരു സ്റ്റേജാണ് റീസെറ്റ് എന്ന് പറയുന്നത്. അവിടെ റീസെറ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ എന്താണ്, ഏറ്റവും എങ്ങനെ നമുക്ക് ഉയരാം, അതിൽ എന്തൊക്കെയാണ് നമുക്ക് എന്താണ് ഏറ്റവും പിന്നെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, ആ ബ്ലോക്കിനെ ഓരോന്നിനെയും നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് റീസെറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ റീസെറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു പിന്നെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങളിങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് പിടിച്ചിരിക്കുമ്പോൾ കൈവേദനിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും ഇറക്കി വെക്കണം. അത് ആ ഇറക്കി വെക്കാനുള്ള അല്ലെങ്കിൽ ഇറക്കി വെക്കേണ്ടത് എന്താണ്, അത് ഇറക്കി വെക്കുക എന്താണെന്ന് ചിന്തിച്ച് അത് കൃത്യമായിട്ട് ഇറക്കി വെക്കേണ്ടത് റീസെറ്റ് എന്നുള്ള പ്ലേസിലാണ്, അല്ലെ ആ ഒരു സ്റ്റേജിലാണ്. റീസെറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഒന്ന് റിലാക്സ് ആയി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താണ്, ഉയരാനുള്ള സ്റ്റെപ്പാണ്. ഉയരാൻ എന്ന് പറയുമ്പോൾ ആ ഉയരൽ വളരെ എളുപ്പമൊന്നല്ല. നമ്മൾ റീസെറ്റിൽ അനാവശ്യമായ എല്ലാ ചിന്തകളെയും നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും, അതോടൊപ്പം ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ചിന്തകൾ എന്തായിരിക്കും, എനിക്ക് കഴിയില്ല, അല്ലെ? റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനം അതാണ്, ഈ നെഗറ്റീവ് ചിന്തകളാണ്. എനിക്ക് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എന്താണ് തോൽക്കാനായിട്ടുള്ള ആളാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഫെയിലാവണ കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ ചിന്തകളാന്ന് പറയാൻ കഴിയില്ല. അത്തരം ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ മനസ്സിലേക്ക് വരുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്താക്കണം, ആ ചിന്തകളെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ആ ഡിലീറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട്, മനസ്സിൽ നമ്മൾ അവർക്കൊക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയൊരു തയ്യാറെടുപ്പ് നടത്തുക. എന്നിട്ട് തേർഡ് സ്റ്റെപ്പായ റൈസിലേക്ക് വരിക. റൈസ് എന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. അത് ശരിക്കും റൈസ് എന്നാൽ ശരിക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് എഴുന്നേൽക്കലല്ല, അത് കൃത്യമായിട്ടുള്ള പോസും റീസെറ്റും കഴിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പത്തേക്കാൾ ഉള്ള കരുതലോട് കൂടി നമുക്ക് എന്താക്കാൻ കഴിയണം, എഴുന്നേറ്റ് വരാൻ കഴിയണം. അങ്ങനെ എഴുന്നേറ്റ് വന്ന് നമുക്ക് ആ ഒരു എന്തൊക്കെയാണോ നമ്മുടെ എല്ലാ മുറിവുകളും അല്ലെ നമ്മുടെ എല്ലാ നെഗറ്റീവുകളും മാറ്റിക്കൊണ്ട്, നമ്മൾ വീണത് മുഴുവൻ നമ്മളെ ആളുകൾ കണ്ട്, നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ കണ്ട്, ആ വീണതിനൊക്കെ അല്ലെങ്കിൽ ആ തോൽവിയൊക്കെ മാറ്റിക്കൊണ്ട് ഉയരാനുള്ള ഒരു എനർജി സംഭരിച്ചുകൊണ്ട്, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉയരാനുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയരുകയാണ് ഇതിൽ ചെയ്യേണ്ടത്, തേർഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അവിടെയാണ് എനിക്ക് കഴുകന്റെ ഒരു കഥ, എല്ലാവരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സൂസൻ മാം കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു, നമ്മൾ ബേർഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആ പറഞ്ഞിരുന്നോ മാം? കഴുകൻ ആ പറഞ്ഞ കൊക്കിന്റെ കേസ് അല്ലേ? അത് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. യെസ്, എല്ലാവരും കേട്ടിട്ടുണ്ട്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ അന്നേ അത് നോട്ട് ചെയ്തതാണ്. കാരണം കഴുകൻ ഇത്രയും അല്ലേ, ആ ഒരു കുക്ക് എന്തൊരു ട്രാൻസ്ഫോർമേഷനാണ് കഴുകൻ ശരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ പകർത്തേണ്ടതാണ്. അത്രയും വേദനകൾ സഹിച്ചുകൊണ്ട് അല്ലേ, തൻ്റെ കൊക്ക് എന്താണ്, അതുപോലെ തന്നെ അത് വളരാൻ അത് അടിച്ച് പൊട്ടിച്ച് പർവ്വതത്തിൽ പോയി, അതുപോലെ തന്നെ സ്വന്തം ചിറകുകൾ വേദനയോടെ എറിഞ്ഞുകൊണ്ട് അല്ലേ, വളരെ ഒരുപാട് എന്താണ്, രണ്ട് ഓപ്ഷനാണ് കഴുകനുള്ളത്. ഒന്ന് വേണം മരിക്കാം, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, അതിന് വലിയ റിസ്കോ ഒന്നും എടുക്കണ്ട. പക്ഷെ അതേ സമയം കഴുകൻ ചെയ്യുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിക്കുമ്പോഴാണ് കഴുകൻ എന്താവുക, വീണ്ടും രാജാവിനെ പോലെ ആകാശത്ത് പറന്നുയരാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാധ്യത ഇത്തരം പക്ഷികളിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്, ഓരോ തിരിച്ചു വരവ്. അപ്പൊ മൂന്നാമത്തെ ആ ഒരു റൈസ് എന്ന് പറയുന്ന ഇവിടെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് കഴുകന്റെ സ്റ്റോറി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അതൊരു വലിയ തിരിച്ചു വരവാണ്, വമ്പൻ ഒരു ആർട്ട് ഓഫ് കംബാക്ക് ആണ്. ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ് കഴുകൻ നടത്തുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളോട് അങ്ങനെ എന്താണ്, ഒരുപാട് റിസ്ക് അതിലുണ്ട് അല്ലെ, വേദനകളുണ്ട്. ഈ വേദനകളൊക്കെ
അതൊക്കെ നമ്മൾ എന്താക്കണം, അത് സഹിച്ചുകൊണ്ട് പലപ്പോഴും നേടിക്കഴിഞ്ഞ ചുറ്റുപാടും ആളുകളുണ്ടാവും. പക്ഷെ നേടുമ്പോൾ ഇത് എല്ലാത്തിനും നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ആ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ഒരു എനർജി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പോസ്, റീസെറ്റ്, അത് അങ്ങനെ 2 സ്റ്റെപ്പും കൃത്യമായി ചെയ്താൽ മൂന്നാമത്തെ റൈസ് എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരാനുള്ള ഒരു എനർജി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നലകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ എൻ്റെ ലൈഫ്, നമ്മളിപ്പോ ഇവരുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു, കഴുകന്റെ കഥ പറഞ്ഞു, മസ്കിന്റെ സ്റ്റോറി പറഞ്ഞു, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളും എന്താണ് വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കാര്യത്തിൽ പറയുകയാണ്, ഇപ്പം എന്നെ ബേസ് ചെയ്തൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങളോളം ഒരു 23 വയസ്സ് മുതൽ PSC എന്നുള്ളത് ഒരു അംബീഷനായിട്ട് കൊണ്ടുപോയ ആളാണ്. ഗവൺമെന്റ് ജോലി, അതിനുവേണ്ടി നിരന്തരം പഠിക്കുകയും, പക്ഷെ ജോലിയും പഠനവും കൂടെ രണ്ടും കൂടെ എന്തോ അങ്ങനെ പോയത് കൊണ്ടോ എന്നറിയില്ല, നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ലിസ്റ്റുകളിൽ വരിക, ലിസ്റ്റ് വന്ന് ലാസ്റ്റ് എത്തുന്ന സമയത്ത് വീണ്ടും അതിൽ നിന്ന് ഒഴിവാകുക, അങ്ങനെ ഒരുപാട് സ്റ്റേജസിലൂടെ എഴുതുന്ന ആളുകൾക്കും അതിന് വർക്ക് ചെയ്ത ആളുകൾക്കും ശരിക്കും അതിന്റെ ഫീല് മനസ്സിലാകും. അതിന്റെ അത്രത്തോളം റിസ്കിലൂടെ LD ഒക്കെ എഴുതുമ്പോൾ ഉണ്ടാവുന്ന അത്രയും കോമ്പറ്റീഷനൊക്കെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് പിന്നീട് ഞാൻ ആ കോവിഡ് സമയത്ത് ശരിക്കും എനിക്കൊരു പോസ് എന്നുള്ള സ്റ്റെപ്പ് വരികയാണ്. കാരണം ആ സമയത്താണ് ആ 2019 ഒക്കെ ആയ സമയത്ത് ഞാൻ ചിന്തിക്കുക, ഇനിയിപ്പോഴും ഇതിന്റെ പിറകെ നടന്നിട്ട് വലിയൊരു സാധ്യതയല്ല, ഏജ് ഓവറിലേക്ക് കടക്കാണ്, 36 ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ആ കോവിഡ് നമുക്കൊരു സമയം തന്നത് തന്നെയാണ്. ഒരുപാട് നല്ല, അതായത് ഒരുപാട് റിസ്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മളിലുള്ള കാര്യങ്ങൾ കുറെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ഗ്യാപ്പും കൂടി, അല്ലെങ്കിൽ ഒരു ഒഴിവും കൂടി അവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അന്നേരം ആ സമയത്ത് ഞാൻ ചിന്തിക്കാണ്, ഇതില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, ഇപ്പൊ ടീച്ചിങ് ഉണ്ട്, MCOM B.Ed ആണ്, പക്ഷെ അതേപോലെ അതെപ്പോഴും ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ചിന്തയിൽ നിന്നാണ് എനിക്ക് സൈക്കോളജി PGയിലേക്കുള്ള ഒരു തോട്ട്സ് വരുന്നത്. ശരിക്കും അത് ആ ഒരു പോസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഇന്ന് ഞാൻ വളരെ ദൈവത്തിനോടൊക്കെ എന്നും എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ സൈക്കോളജി PG കഴിഞ്ഞ് ഇതുപോലുള്ള പിന്നെ ഒരു ഡിപ്ലോമ കഴിഞ്ഞ് ഇപ്പോഴും ഓരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പം അവസാനം ഇതാ വിമ്പിളില് നമ്മുടെ ഫൈസൽ സാറിന്റെ ട്രെയിനേഴ്സ് ബാച്ചിലെത്തി. ഇതൊക്കെ എത്തിയ സമയത്ത് എനിക്ക് തന്നെ ശരിക്കൊരു കോൺഫിഡൻസ് തോന്നാറുണ്ട്. നമ്മൾ ആ പഴയതിൽ നിന്ന് ആ പോസ് ചെയ്ത് വീണ്ടും ഞാൻ റീസെറ്റ് ചെയ്ത്, എൻ്റെ ഒരു ഗോൾ എന്താണ്, ഗവൺമെന്റ് ജോലി, ഫാമിലി, ആ ഒരു ഇത് മാത്രമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ എന്തായി, ആ റീസെറ്റ് വന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എത്ര റിലേഷൻസ്, ബന്ധങ്ങളാണ് കൈനിറയെ കിട്ടിയത്. ഇന്ന് അതാണ് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത്. ഒരുപാട് പേര്, അതുപോലെ തന്നെ ഓരോ അതിൽ ഏറ്റവും എക്സാമ്പിൾ ആണ് മോർണിംഗ് സർക്കിൾ. നമ്മളെ സർക്കിൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പോസിറ്റീവ് തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ കൂടെ പറക്കുന്ന. ഇപ്പൊ ഒരു പക്ഷി കോഴിക്കുഞ്ഞിന്റെ ഒപ്പരം അല്ലെ കോഴിയുടെ ഒപ്പരം നടന്നിട്ട് കാര്യമില്ല, പറക്കാനുള്ള പക്ഷി പറക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ വരണം, അല്ലേ മാം? അങ്ങനെ ആവുമ്പോഴാണ്, അതുപോലുള്ള ഒരു ടീം തന്നെയാണ് നമ്മുടെ മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത്, വിമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കിളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചത് അന്നത്തെ ഞാൻ 2019 ആ സമയത്തുള്ള ആ ഒരു പോസ്, റീസെറ്റ്, റൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, നമ്മളിങ്ങനെ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളെ മനസ്സിൽ ഒരുപാട് അറിവുകളിലൂടെ, അല്ലെ, വേറെ ഒന്നുമില്ലെങ്കിലും ഒരുപാട് അറിവുകളിലൂടെ, ഒരുപാട് ആളുകളിലൂടെ നമുക്ക് അവരുടെ മനസ്സിനൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു വേദികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് സർക്കിളിൽ നിന്ന്, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിൽ നിന്ന്, പല ധൈര്യത്തോടെ എന്നിപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആ ടോപ്പിക് എടുക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടിയതൊക്കെ ഈ രീതിയിൽ നിന്നാണ്. മറ്റ് ആ ഒരു ഇത് നല്ലാതെ, അല്ലെ, എൻ്റെ ഒരു സ്റ്റുഡൻസ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അത്രയും അറിവുകളിൽ അവിടെ നമ്മൾ സ്റ്റെക്ക്
ഒക്കെ ചെയ്ത് നിൽക്കണ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഈ ഒരു എന്താണ് പോസ്റ്റ് റീസെറ്റ് ഇതൊക്കെ ചെയ്തുകൊണ്ട് സൈക്കോളജിയിലേക്ക് വന്നപ്പോഴാണ് തുടർച്ചയായുള്ള പഠനം, തുടർച്ചയായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത്, പുതിയ ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഇതൊക്കെ സംഭവിച്ചത് ഈ ഒരു എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്നാണ്. ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരും വീണ് പോയിടത്ത് നിന്ന് ഇതിനേക്കാൾ നല്ല നല്ല എക്സാമ്പിളുകൾ നിങ്ങളുടെ ഒക്കെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു തിരിച്ചു വരവ് നമ്മൾ ആർട്ട് ഓഫ് കംബാക്ക് ആക്കണം. ആർട്ട് ഓഫ് കംബാക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ 3 കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസ്, റീസെറ്റ്, റൈസ്, ഇത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും. നമുക്ക് ഒരു കഴുകനെ പോലെ അല്ലെ, അല്ലെങ്കിൽ ഇലോൺ മസ്കിനെ പോലെ അതിനേക്കാൾ ഏറെ നമ്മളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് കുതിച്ചുയരാനുള്ള ഒരു എനർജി സംഭരിക്കാനുള്ള ഒരു സ്റ്റേജസ് ആയിട്ട് നമ്മൾ പോസിനെയും അതുപോലെ തന്നെ റീസെറ്റ് ചെയ്തുകൊണ്ട് റൈസ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടാവും. അത് ആഡ് ഓൺ ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സജന മാം. മാം കേൾക്കുന്നുണ്ട്. Tina ma'am, ഓ, beautiful but powerful session. താങ്ക് യു മാം. Pause, reset and rise. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഫെയിലിയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാത്തപ്പം യു റിയലി നീഡ് ടു പോസ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. എന്തുകൊണ്ടത് അങ്ങനെ പറ്റുന്നു എന്ന് ചിന്തിക്കുകയും പിന്നെ അത് ഒന്ന് റീസെറ്റ് ചെയ്യുകയും അതിന് വേണ്ടതായ ചേഞ്ചസ് ഒക്കെ വരുത്തി റൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴുകൻ പറക്കുന്നത് പോലെ പറക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. കൺഗ്രാറ്റുലേഷൻസ്. നല്ല ഒരു ബെനിഫിഷ്യൽ സെഷനാണ്. എല്ലാവർക്കും ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. രാവിലെ ഈ ഒരു മോർണിംഗിൽ തന്നെ നല്ലൊരു റീസെറ്റിലേക്ക് വരാനായിട്ട്, പോസ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും, എന്തുകൊണ്ട് എങ്ങനെ ലൈഫിൽ സക്സസ് ആകാനായിട്ട് ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ റിഫ്ലക്ട് ചെയ്യാനുമായിട്ടൊക്കെയുള്ള ഒരു നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് നിസ സാർ. അതെ, ഏതായാലും നല്ലൊരു നമ്മുടെ സുസമയം പറഞ്ഞതുപോലെ നമുക്കൊരു റേറ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ ഒരു മോർണിംഗ് സെഷൻ എന്ന് പറയും. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് സെറ്റ് ബാക്സുകൾ, ഫെയിലിയർ, ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആ ഒരു സ്റ്റേജിൽ നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് തന്റെ മുന്നിൽ, കാരണം കംബാക്ക് ഈസ് നോട്ട് മാജിക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊരു മാജിക് ആയിട്ട് നമ്മൾ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാനിപ്പോ നമുക്ക് ഒരു കേസ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാള് സൂയിസൈഡ് ചെയ്തിട്ടില്ലേ, അയാള് ലൈഫ് ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ആള്, കാരണം അയാൾക്ക് ഇമോഷണൽസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യം സുഹൃത്തുക്കളില്ല, ആദ്യം കൂടുതലായിട്ട് ഓപ്പൺ അപ്പ് അല്ല ആള്. പാരന്റ്, അമ്മ അച്ഛൻ, ആ ഒരു കുടുംബ ലോകത്തേക്ക് മാത്രം ഒതുങ്ങിയുള്ള അയാൾ. പക്ഷെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അയാൾക്ക് പെട്ടെന്നായിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതേപോലെ അതിന്റെ തലേന്ന് രാത്രി സുഹൃത്ത് വിളിച്ചിരുന്നു, പറഞ്ഞു ഒരു വീഡിയോയിൽ അയാൾ ഞാൻ വിളിച്ചിരുന്നു, അവന് കുഴപ്പമൊന്നും ഇപ്പൊ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് കോൾസുകളായിരിക്കും, മെസ്സേജുകളായിരിക്കും അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഒരു പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമുക്ക് ഒറ്റ വലിയ സങ്കടത്തോട് കൂടിയ, കാരണം ആ ഒരു നിമിഷം അയാൾക്ക് ഒരു സപ്പോർട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ഒരു ചിന്തയിൽ ഒരാൾക്ക് അയാൾക്ക് ഒരു വ്യതിയാനം പോലെ, ഈ ഒരു മാജിക് പോലെ അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഇന്നത്തെ ലൈഫിൽ ആ പാരന്റ് കൂടെ ജീവിക്കായിരുന്നു എന്ന്. കാരണം എന്നെയൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസ് മാത്രമാണ്. കാരണം ആ ഒരു പെൺകുട്ടി ചെയ്തത് എന്തിനു വേണ്ടി ആയിക്കോട്ടെ, പക്ഷെ അത് ചെയ്തത് വളരെ മോശമായി പെട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ളതാണ്, when to pause, how to reset, and when take the
റൈസ് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഏതൊരു സിറ്റുവേഷൻ കടന്ന് മാം തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞു PSC മുതൽ ഈ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എത്തുന്നത് വരെ അതിനെടുക്കുന്ന എഫേർട്ട് മാമിന് മാത്രമേ അറിയൂ ഇവിടം വരെ എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. ഞാനിങ്ങനെ എന്റെ ചിന്ത ഒന്ന് മാറ്റി ഇതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ആ ലൈഫ് തന്നെ മതി, ആ ഒരു ഫീൽഡ് തന്നെ മതി എന്ന് ചിന്തിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെ പോസ് മാത്രം നടക്കും, മനസ്സിനൊരു സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നില്ല. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ബ്രെയിനും നമ്മുടെ ജീവിത ശൈലികളും ഒക്കെ ആയിട്ട് ഒരുപാട് അങ്ങ് റീസെറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. ഏതായാലും എനിക്ക് നല്ലൊരു റിഫ്ലക്ഷൻ ഈ പിന്നെ സെഷനിൽ കിട്ടി. വളരെയധികം ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു നിസ സാർ. ഹലോ മാം. ഹലോ, ഹലോ ഗുഡ് മാം, ഗുഡ് മോർണിംഗ്. റീന മാം. മോർണിംഗ് മാം. ഈ നല്ലൊരു മോർണിംഗ് സെഷൻ ആയിരുന്നു. ദ ആർട്ട് ഓഫ് കംബാക്ക് എന്ന് പറയുന്ന ഈ ടോപ്പിക് നല്ല രീതിയിൽ തന്നെയായിരുന്നു മാം കൈകാര്യം ചെയ്തിരുന്നത്. ലൈഫിൽ ഒത്തിരി പരാജയങ്ങൾ നമുക്ക് വരെയും മറ്റുള്ളവർ നമ്മളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഇതേ രീതിയിൽ പോസ് റീസെറ്റ് റൈസ് ചെയ്ത് ഉയർത്തെഴുന്നേക്കാൻ പറ്റണം. അതാണ് ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന തോമസ് ആൽവ എഡിസൺ തന്റെ പരീക്ഷണ ശാല കത്തി നശിച്ചപ്പോൾ മകൻ വന്ന് എന്താ അച്ഛൻ ഇങ്ങനെ നോക്കിയെന്ന് ചിരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം പക്ഷെ അയാൾ അത് ഫെയിലായിട്ട് കണക്കാക്കി മിണ്ടാതിരുന്നില്ല. അതിൽ നിന്നും നല്ലൊരു ഉയർത്തെഴുന്നേപ്പാണ് അയാൾ നെക്സ്റ്റ് ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്, ഒരു കംബാക്ക്. അപ്പൊ അതിനെ കുറിച്ച് നല്ല രീതിയിൽ ഒത്തിരി എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് രാവിലെ തന്ന് നമ്മുടെ ബ്രെയിനിനെ നല്ല സ്ട്രോങ് പവർ ആക്കി ഉണർത്തിയതിന് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമ്മള് ലേഡീസിനൊക്കെ സത്യം പറയണ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയല്ല ജെൻസിന് പറയല്ല, പക്ഷെ ലേഡീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ ആഫ്റ്റർ മാരേജ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തിനായാലും ഒരു സിറ്റുവേഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ തിരിച്ച് എത്തിപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയായിരിക്കും അല്ലേ. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ചിലവരത് ഓപ്പൺ ആയിട്ട് പറയും. അവരാണ് ജീവിതത്തിൽ നല്ല സ്ട്രെങ്തോട് കൂടി മുന്നോട്ട് പോകുന്നത്. ചിലവർ ഹൈഡ് ചെയ്ത് വെക്കും. അവരാണ് ഈ പറയുന്ന ബസ് യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന അതേ സമയത്ത് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മറ്റുള്ളവർ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതിനെ ഒഴിവാക്കാമായിരുന്നു. ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു വരായിരുന്നു. പക്ഷെ ഏതായാലും അതൊക്കെ ഒരു വല്ലാത്തൊരു ഷോക്ക് പോലെയാണ് കേൾക്കുന്നത് നമ്മളൊക്കെ ഇപ്പോഴ്. എന്താ ചെയ്യാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഡ്യൂട്ടിയിലാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സക്സസ് പോയിന്റിൽ എത്തിയിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നത് മാം ഈ പറഞ്ഞ 3 പോയിന്റിലൂടെ കടന്നു പോയവരായിരിക്കും. തീർച്ചയായിട്ടും അവരറിഞ്ഞോ അറിയാതെയോ ഈ 3 പോയിന്റിലൂടെ കടന്നു പോയിരിക്കും. അല്ലാതെ ചെക്കായിരുന്നവരാരും വിജയിച്ച ചരിത്രമില്ലല്ലോ. അതെ. വളരെ നല്ല 3 പോയിന്റുകളാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ അതൊരു പ്രോബ്ലം ആയിട്ട് കാണാതെ അതൊരു സൊല്യൂഷൻ, എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. നമ്മള് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഉണർവും ഒരു ഊർജവും ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടി. വളരെയധികം താങ്ക്സ് ഉണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ആൻസർ സാർ. നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ കിട്ടിയ നമുക്കൊരു ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് വീഴുന്നതല്ല, വീണെടുത്ത് നിന്ന് എഴുന്നേക്കാതിരിക്കുന്നതാണ് പരാജയം എന്നുള്ളതാണ്. എന്തായാലും മാം ആയ ഒരു 3 സ്റ്റേജുകൾ, പോസ്, അതുപോലെ റീസെറ്റ്, റൈസ്, ഓരോ സ്റ്റേജുകളും നല്ല വിശദമായിട്ട് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാമ്പിൾസ് മാമിന്റെ ലൈഫും തന്നെ പറഞ്ഞാൽ തന്നെ കൂടുതൽ എഫക്റ്റീവായി. ശരിക്കും ഒരു റീസെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സെഷൻ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അടിപൊളിയായിരുന്നു മാം. താങ്ക് യു. താങ്ക് യു സജന മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു.
ഓക്കെ, താങ്ക് യു മാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാനാണെങ്കിൽ മാരേജ് ചെയ്യുന്നത് എന്റെ സ്റ്റഡി ടൈമിലാ. പിന്നെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്താണ് സ്റ്റഡീസ് മുന്നോട്ട് പോയത്. പിന്നെ ഫാമിലി എല്ലാം കൂടെ നോക്കി നമുക്ക് ജോബ് പിന്നെ നമ്മുടെ പാഷൻ എല്ലാം കൂടെ കൊണ്ടുപോകാൻ നമുക്ക് നല്ല സ്ട്രഗിൾ ആണ്. പക്ഷെ നമ്മൾ ഒരു സിറ്റുവേഷനും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ അച്ചീവ് ചെയ്തത് പോലെ ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ ഒരു ഇന്നത്തെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് തന്നെ. അതെ അതെ അതെ. ഇന്നത്തെ കാലത്ത് പറ്റുന്ന ഏറ്റവും നല്ലൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ ഒരു നോ കേട്ടാൽ തന്നെ അവര് ഡെസ്പ് ആവും. പിന്നെ അവർക്ക് ഒന്നും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യാനാണ് ഇന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നന്നായിട്ട് അത് താങ്ക് യു എഫക്റ്റീവ് മാം. ആയി. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സീന മാം. ഹായ്. ഇത് വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു, ആദ്യം തന്നെ പറയട്ടെ. പിന്നെ എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു ടോപ്പിക് തന്നെയായിരുന്നു. എല്ലാവരും ആ വീണോട്ട് കിടന്ന് അങ്ങനെ നിൽക്കാതെ, പോസ് ചെയ്ത് നിൽക്കാതെ അതിൽ നിന്ന് ചിന്തകളൊക്കെ റീസെറ്റ് ചെയ്ത് പുതിയൊരു ഉണർവിലേക്ക് പോവാൻ എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു. പിന്നെ മാമിനെ അറിയാലോ, ഞാനും ഇതുപോലെ PG ചെയ്യണ സമയത്ത് ജോലിയും ഫാമിലിയും കുട്ടികളും ഒപ്പാടെ നല്ലൊരു സ്ട്രഗിൾ ആയിട്ട് തന്നെയായിരുന്നു ഞാൻ PG അവസാനിപ്പിച്ചത്. ഇന്റേൺഷിപ്പ് കാലഘട്ടമൊക്കെ അല്ലേ? അതെ അതെ, അയ്യോ പറയാൻ വയ്യ. പറയാൻ വയ്യ. അതിലും അതിൻ്റെതായ ഇത് കൊടുത്ത് മുന്നോട്ട് പോവാൻ ഈ ഇനി വക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. എന്തായാലും പക്ഷെ എന്തെങ്കിലും റിസ്ക് ഒന്നും എടുക്കാതെ ഒന്നും നേടാൻ കഴിയില്ല നമുക്ക് അത് ശരിയാണ്. അല്ലെ? ആ റിസ്ക് എടുക്കാതെ റിസ്ക് ഒന്നും നേടാൻ. അങ്ങനെ റിസ്ക് എടുക്കുമ്പോഴേ അതൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പി അത്രയ്ക്കും ഉണ്ടാവുള്ളൂ. അതെ 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 അതെ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് റാവ് സാർ. ക്ലാസ് മുഴുവൻ കേട്ടില്ല, പുറത്താണ്, അപ്പം ഭയങ്കര ആണല്ലേ? ശബ്ദം കാരണം. ആ നല്ലൊരു ടോപ്പിക്കാണ്. എനിക്ക് ഈ പോസിനെ കുറിച്ച് നമുക്ക് രണ്ട് വിധത്തിൽ അതിനെ കാണാൻ പറ്റും. ഒന്ന്, ഒരു ഫെയിലിയർ വരുമ്പം ഒന്നുകിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യും, അല്ലെ അവിടെ അങ്ങ് നിർത്തും. അതെ. രണ്ടാമത്തത്, ഇപ്പം ചിലപ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ ഒരിക്കൽ ശ്രമിക്കും, അതിൽ പരാജയപ്പെടും, നമ്മൾ വീണ്ടും അതന്നെ ശ്രമിക്കും. നമ്മളെ വിജയിക്കൂല എന്ന് അറിഞ്ഞിട്ട് അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക് ചിലപ്പം. ഇപ്പം നമ്മള് വഴിയിൽ വെച്ച് കാറ് കംപ്ലൈന്റ് ആയി വിചാരിക്കുക. നമ്മൾ ആദ്യം എഞ്ചിൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും, വർക്ക് ചെയ്യില്ല, അതേ കാര്യം വീണ്ടും ചെയ്യും, വർക്ക് ചെയ്യില്ല, അതേ കാര്യം വീണ്ടും ചെയ്യും. അപ്പൊ പോസ് അവിടെ അത്യാവശ്യമാണ്. പോസ് ചെയ്തൊന്ന് ചിന്തിക്കണം, പുതിയ എന്തെങ്കിലും വഴികളുണ്ടോ നമുക്ക് വിജയത്തിലെത്താനായിട്ട് എന്നുള്ള. അല്ലെ, ഒരേ പരാജയപ്പെട്ട ഒരു കാര്യം റിപ്പീറ്റ് ചെയ്താൽ വിജയിക്കൂല, അതിന് പുതിയ തേടണം. അങ്ങനെ ഒരു ഗോളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച്, അതെ, ഗോളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച്. തുടക്കത്തിൽ എലോൺ മസ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ പ്രോജക്റ്റിന്റെ ഡിസൈൻ മാറ്റി, അവരുടെ ചെയ്യുന്ന വഴികൾ മാറ്റി, അങ്ങനെയാണ് സക്സസിൽ എത്തുന്നത്. അപ്പം ആ പോസ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു അവസരം കൂടിയാണ്, പുതിയ ഐഡിയാസ് ഒക്കെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് ആ പോസ്റ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ നമ്മളാ തുടരും, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സ്റ്റോപ്പ് ആവുകയില്ല, നമ്മൾ തുടരും. പക്ഷെ ചിന്തിക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതെ അതെ. പിന്നെ നമ്മുടെ ഇമോഷൻസിനെയും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും, അല്ലെ? മറ്റേത് നമ്മള് ഓൾറെഡി ഡ്രെയിൻഡ് ഔട്ട് ആയിരിക്കും, പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്കൊന്നും ചിന്തകളൊന്നും വരില്ല. അപ്പൊ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം വീണ്ടും ചിന്തിക്കുക. അപ്പൊ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ മനസ്സിലേക്ക് വരും. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സീന മാം. താങ്ക് യു റാവ് സാർ. താങ്ക് യു. ഹലോ. ഫീഡ്ബാക്ക് ഇനി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. എല്ലാവരും മോർണിംഗിലെ തിരക്കിലേക്ക് പോയിട്ടുണ്ടാവോ? എന്നാ നമുക്ക് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ മാം? വൈൻഡപ്പ് ചെയ്യാലേ.
ഓക്കെ, താങ്ക് യു. താങ്ക് യു വിംബിൾ ആൻഡ് ടീം ഓക്കെ ആൻഡ് സജിന താങ്ക് യു. മാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഹാവ് ഇന്നത്തെ എ ഗുഡ് ഡേ. ദിവസം ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. എല്ലാവരുടെയും ബാറ്ററി ഒക്കെ റീചാർജ് താങ്ക് ചെയ്യട്ടെ. യു ഓൾ. ബാറ്ററി റീചാർജ് ചെയ്ത് ഉഷാറാവട്ടെ. അതെ. ഓക്കെ.